നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സീറോ മലബാർ സമൂഹം ഔദ്യോഗികമായി ജർമ്മനിയിലെ ഔഗ്സ്ബർഗിൽ ആരംഭിച്ചു. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി വിവാദം, അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ADM നവീൻ ബാബുവിന്റെ മരണം, PP ദിവ്യയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി. കർണാടക ഇനി നക്സൽ രഹിത സംസ്ഥാനം, അവസാന മാവോയിസ്റ്റും കീഴടങ്ങി. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സമൂഹം ഔദ്യോഗികമായി ജർമ്മനിയിലെ ഔഗ്സ്ബർഗിൽ ആരംഭിച്ചു. വിശുദ്ധ കുർബാന അർപ്പണത്തോടെയായിരുന്നു തുടക്കം. ഫാദർ ബെന്നി പാലപ്പുറത്ത് MST ഔഗ്സ്ബർഗ് രൂപതയുടെ ആദ്യ സീറോ മലബാർ കോർഡിനേറ്ററായി നിയമിതനായി. അതോടൊപ്പം ജർമ്മനിയിൽ പുതുതായി രൂപീകരിച്ച കത്തോലിക്ക കോൺഗ്രസ് ജർമ്മൻ ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ ഉദ്ഘാടനം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവീൽ ഓൺലൈനിലൂടെ നിർവഹിച്ചു. ജർമ്മനിയിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ ഐക്യത്തിനും ഈ തുടക്കം നിർണായകമാകും. പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ജർമ്മൻ ഗ്ലോബൽ യൂത്ത് കൗൺസിൽ രൂപീകരിക്കുകയും ജോമേഷ് കൈതമനയെ ജർമ്മനിയിൽ നിന്നും ജനറൽ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. യോഗത്തിന് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ഫാദർ ലിജോ കൈത്തോലിൽ പ്രാർത്ഥന സന്ദേശം നൽകി. ജനറൽ കോർഡിനേറ്ററായി സിജോ ഇലന്തൂരിനെ തെരഞ്ഞെടുത്തു. തുടർന്ന് ജോമേഷ് കൈതമന കൗൺസിലിന്റെ പ്രവർത്തന രീതി വിശദീകരിച്ച് അവതരിപ്പിച്ചു. സംഘടനാ സംവിധാന ചുമതല ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിൽ കൈകാര്യം ചെയ്തു. യൂത്ത് കൗൺസിൽ ഗ്ലോബൽ കോർഡിനേറ്റർ ലിയോൺ ജോസ് വിധേയത്തിൽ, ഫാദർ ബെന്നി പാലപ്പുറത്ത് MST, ഫാദർ റോഷൻ കാവുമുറിയിൽ OSB, യൂത്ത് കൗൺസിൽ ഗ്ലോബൽ കോർഡിനേറ്റർ ജസ്റ്റിൻ നടക്കലാൻ എന്നിവർ സംസാരിച്ചു. കൂടാതെ കൗൺസിലിന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള പൊതുചർച്ചയും നടന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി, യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർമാരായ ഷിജോ ഇടയാടിൽ, സിജോ കണ്ണെഴുത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 25ഓളം യുവതി യുവാക്കൾ പങ്കെടുത്തു. മാവേലിക്കര ഭദ്രാസനത്തിന്റെ വിശ്വാസ പരിശീലന കാര്യാലയമായ പ്രബോധനയുടെ നേതൃത്വത്തിൽ 5ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളുടെ സംഗമം പ്രതീക്ഷ 2K25 പുത്തൂർ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടന്നു. സംഗമത്തിന്റെ ഉദ്ഘാടനം MCCL സഭാതല ഡയറക്ടർ ഫാദർ സാമുവൽ പഴവൂർ പടിക്കൽ നിർവഹിച്ചു. ഭദ്രാസന വികാരി ജനറൽ അഭിവന്യ ഡോക്ടർ സ്റ്റീഫൻ കുളത്തുങ്കരോട്ട് കുട്ടികളുടെ സംഗമമായ പ്രതീക്ഷ 2K25 അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഭാവി തലമുറ ദൈവവുമായി യോജിച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസ പരിശീലനം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണെന്ന് മുഖ്യ സന്ദേശത്തിലൂടെ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപോലിത്ത കുഞ്ഞുങ്ങളോട് ആഹ്വാനം ചെയ്തു. സംഗമത്തിന് കപ്പൂച്ചിനാശ്രമത്തിലെ ബ്രദേഴ്സാണ് നേതൃത്വം നൽകിയത്. ഇന്നത്തെ കാലത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ച് സെന്റ് ഗ്രിഗോറിയോസ് കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഫാദർ ജോൺ മരുദൂറിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ എടുത്തു. 1000-ൽ പരം കുഞ്ഞുങ്ങളാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത്. മാവേലിക്കര ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ ജില്ലാ ഡയറക്ടർ അച്ഛന്മാരും മറ്റു വൈദികരും, സിസ്റ്റേഴ്സ്, അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവരും പങ്കെടുത്ത സംഗമത്തിൽ മാവേലിക്കര ഭദ്രാസന പ്രബോധന ഡയറക്ടർ ഫാദർ മാത്യു വലിയപറമ്പിൽ, ഫാദർ ചെറിയാൻ മായിക്കൽ, മാവേലിക്കര ഭദ്രാസന അധ്യാപക സെക്രട്ടറി രാജു എന്നിവർ സംസാരിച്ചു. ദിവ്യകാരുണ്യ ആരാധനയോടുകൂടിയാണ് സംഗമം അവസാനിച്ചത്. ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട മുകേഷ് MLA പൂർണ്ണമായി പിന്തുണയ്ക്കാതെ CPM-ലെ വനിതാ നേതാക്കൾ. ലൈംഗിക പീഡന കേസിൽ മുകേഷ് MLA-ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരിച്ച സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി നിയമപരമായി രാജിവെക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നും വ്യക്തമാക്കി. ധാർമ്മികതയുടെ പേരിൽ രാജി വേണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും സതീദേവി ചൂണ്ടിക്കാട്ടി. മുകേഷിനെതിരായ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തുവരട്ടെയെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും വേവലാതി വേണ്ടെന്നും PK ശ്രീമതിയും പറഞ്ഞു. കുറ്റവാളിയെന്ന് കണ്ടാൽ സർക്കാർ ഒപ്പമുണ്ടാകില്ല എന്നും സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്നും PK ശ്രീമതി പ്രതികരിച്ചു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് മോഹിപ്പിച്ചും കൊച്ചി മരടിലെ വില്ലയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് മുകേഷ് MLA-ക്ക് എതിരായ കുറ്റപത്രത്തിലെ ആരോപണം. 2010-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷമാണ് നടി മുകേഷിനെതിരെ പരാതി നൽകിയത്. നടിയുടെ രഹസ്യമൊഴിയിലെ വിശദാംശങ്ങൾ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസ് കുറ്റപത്രത്തിനോടൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. നടിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ, ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവയെല്ലാം ആരോപണം ശരിവെക്കുന്നതാണെന്ന് കുറ്റപത്രത്തിൽ SIT ആവർത്തിക്കുന്നു. പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതും
സാഹചര്യ തെളിവുകളുടെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ച് കണ്ട വ്യക്തികളെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയെന്നും മന്ത്രി എം ബി രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല നിർമ്മിക്കുവാൻ മന്ത്രി ഉയർത്തിയ ചീട്ടുകൊട്ടാരം തകർന്നെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതറിഞ്ഞത് അവരപേക്ഷ നൽകിയ ഒയാസിസ് കമ്പനി അപേക്ഷ നൽകി, ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായത്. ഞങ്ങൾ അന്ന് ചോദിച്ചു, പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ, ഒരു ഡിസ്റ്റിലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിരുന്നെന്ന് ആരും അറിഞ്ഞില്ല. പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് ഇത് അറിഞ്ഞത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ്. എന്നാൽ അവർ 16/6/2003 കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ, അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു, ഇത് as per the Niti Aayog direction and state government invitation, we are desirous to set up a world-class 500 KLPD capacity ethanol plant എന്നാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് 16/6/2023 വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത്. ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 2025 അനുമതി കൊടുക്കുന്നത്. 2023 ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ക്ഷണപ്രകാരം, സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങളിത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം, മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട്. കാരണം ഇവർക്ക് IOC ഇവിടെ അംഗീകാരം, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് IOCയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. We are enclosing here with the invitation of oil companies for signing expression of interest agreement with upcoming ethanol plants in the state of Kerala for supply of denatured anhydrous ethanol to oil marketing companies through e-tender for your kind reference. Accordingly, we have to satisfy two conditions to take part in e-tender എന്നാണ്. അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും. ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത്, ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. എന്തിനാണ് മന്ത്രി പറഞ്ഞത്? IOC അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ്. IOC അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. പച്ചക്കള്ളമല്ല മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നാണ്. ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് 2023 ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക്. ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ്. അതായത് IOCയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. മദ്യനയം മാറിയത് ഒരു സ്വകാര്യ കമ്പനി മാത്രമാണ് അറിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതെന്ന് ഒയാസിസ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. മദ്യനയം മാറുന്നതിന് മുമ്പ് കമ്പനിയുമായി ഡീൽ ഉണ്ടാക്കി. ഈ കമ്പനിക്ക് വേണ്ടിയാണ് സർക്കാർ മദ്യനയം മാറ്റിയത്.
സർക്കാർ കമ്പനിയെ ക്ഷണിക്കും മുമ്പ് കമ്പനിക്ക് IOC അനുമതി ലഭിച്ചിട്ടില്ല. 2023 പദ്ധതിക്ക് വെള്ളം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് കമ്പനി കത്ത് നൽകി. സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് കമ്പനി ആരംഭിക്കുന്നതെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് മുമ്പ് സർക്കാർ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. 2023 ജൂൺ 16 കമ്പനി വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയത്. അതേ ദിവസം തന്നെ വാട്ടർ അതോറിറ്റി മറുപടി നൽകി. 2023 കേരളത്തിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ കമ്പനി IOCയിലും അപേക്ഷ നൽകി. കമ്പനിയും എക്സൈസ് മന്ത്രിയുമായി ഡീൽ നടന്നു. MP രാജേഷുമായി കവിത ചർച്ച നടത്തിയെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾ അപക്വമാണെന്ന് VD സതീശൻ പറഞ്ഞു. ഉന്നത കുലജാതൻ പ്രസ്താവന നടത്തിയ സുരേഷ് ഗോപി ഏത് കാലത്താണ് ജീവിക്കുന്നത്? കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ പൈസ തരാമെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. അവരുടെ തറവാട്ടിൽ നിന്ന് പൈസ എടുത്തു തരുന്നത് പോലെയാണ് പറയുന്നത്. കേരളത്തോട് BJPക്ക് പുച്ഛമാണെന്നതിന് വേറെ തെളിവ് വേണ്ട. മുകേഷ് MLAക്കെതിരെ നടപടി അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെയെന്നും VD സതീശൻ പറഞ്ഞു. 2 കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ്. ഒന്ന് ജോർജ് കുര്യൻ കേരളം പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തിന് കിട്ടുന്നത്? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയറല്ലേ നമ്മൾ ചോദിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇവരുടെയൊക്കെ ധാരണ ഇവര് ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഔദാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫയേഴ്സിന്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന അവരുടെ കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡും BJPയുടെ ഒരു സമീപനവുമാണ്. കേരളത്തോട് പുച്ഛമാണ് അവർക്ക്. അതാണ് കാണിക്കുന്നത്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 25% അധിക നികുതി ചുമത്തുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയത്. കാനഡയും മെക്സിക്കോയും തിരിച്ചും 25% നികുതി പ്രഖ്യാപിച്ചാൽ അമേരിക്ക ഇനിയും നികുതി കൂട്ടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം ഇതിനെതിരെ വിമർശനവുമായി രാജ്യങ്ങൾ രംഗത്തെത്തി. US ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തി കാനഡ കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കാനഡ അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണമെന്നും അമേരിക്കയെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കാനുള്ള മികച്ച വഴി കാനഡയുമായുള്ള പങ്കാളിത്തമാണെന്നും ട്രൂഡോ പറഞ്ഞു. കാനഡക്കാരോട് US കാണിച്ചത് വഞ്ചനയാണ്. അഫ്ഗാനിസ്ഥാനിൽ USനൊപ്പം കനേഡിയൻ സൈന്യം പോരാട്ടത്തിനിറങ്ങി. കാലിഫോർണിയയിലെ കാട്ടുതീ മുതൽ കത്രീന ചുഴലിക്കാറ്റ് വരെയുള്ള പ്രതിസന്ധികളിലെല്ലാം കാനഡ USനൊപ്പം നിന്നു. അത് അമേരിക്കക്കാർ ഓർക്കണം. നോർമാൻഡി ബീച്ചിൽ നിന്ന് കൊറിയ വരെ, കാണ്ഡഹാർ തെരുവുകൾ വരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് പോരാടുകയും മരിക്കുകയും ചെയ്തുവെന്നും ട്രൂഡോ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയെ പുതിയൊരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച വഴി കാനഡയുമായുള്ള പങ്കാളിത്തമാണെന്നും അല്ലാതെ തങ്ങളെ ശിക്ഷിക്കലല്ലെന്നും ട്രൂഡോ പറഞ്ഞു. ദൗർഭാഗ്യകരമെന്നോണം വൈറ്റ് ഹൌസിന്റെ നടപടികൾ ഒരുമിപ്പിക്കുന്നതിന് പകരം ഭിന്നിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടം ചുമത്തിയ നികുതിക്ക് പകരമായി 15,500 കോടി കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുമെന്ന് കഴിഞ്ഞ ദിവസമാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചത്. അതിൽ 3,000 കോടി കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി ചൊവ്വാഴ്ച നിലവിൽ വരും. 12,500 കോടി കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് 21 ദിവസത്തിനു ശേഷമാകും നികുതി ചുമത്തുക. Bonsoir. Good evening. Today, the United States informed us they will be imposing 25% tariffs on Canadian exports to the United States and 10% on Canadian energy. A decision that, should they elect to proceed with, should take effect on Tuesday, February 4th. Cette décision met en péril une relation économique historique. Une relation qui a été la source de tellement de richesses, de prospérité et de possibilités des deux côtés de la frontière.
Tonight, first, I want to speak directly to Americans, our closest friends and neighbors. This is a choice that, yes, will harm Canadians, but beyond that, it will have real consequences for you, the American people. As I have consistently said, tariffs against Canada will put your jobs at risk, potentially shutting down American auto assembly plants and other manufacturing facilities. They will raise costs for you, including food at the grocery stores and gas at the pump. They will impede your access to an affordable supply of vital goods crucial for U.S. security, such as nickel, potash, uranium, steel, and aluminum. They will violate the free trade agreement that the President and I, along with our Mexican partner, negotiated and signed a few years ago. But it doesn't have to be this way. As President John F. Kennedy said many years ago, geography has made us neighbors, history has made us friends, economics has made us partners, and necessity has made us allies. That rang true for many decades prior to President Kennedy's time in office and in the decades since. From the beaches of Normandy to the mountains of the Korean Peninsula, from the fields of Flanders to the streets of Kandahar, we have fought and died alongside you. During your darkest hours, during the Iranian hostage crisis, those 444 days we worked around the clock from our embassy to get your innocent compatriots home. During the summer of 2005, when Hurricane Katrina ravaged your great city of New Orleans, or mere weeks ago, when we sent water bombers to tackle the wildfires in California. During the day the world stood still, September 11th, 2001, when we provided refuge to stranded passengers and planes, we were always there, standing with you, grieving with you, the American people. Together, we've built the most successful economic, military, and security partnership the world has ever seen. A relationship that has been the envy of the world. Yes, we've had our differences in the past, but we've always found a way to get past them. As I've said before, if President Trump wants to usher in a new golden age for the United States, the better path is to partner with Canada, not to punish us. Canada has critical minerals, reliable and affordable energy, stable democratic institutions, shared values. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ISROയുടെ 100ാം വിക്ഷേപണമായ NVS-2 ദൗത്യത്തിന് തിരിച്ചടി. ഉപഗ്രഹത്തിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാത്തതിനാൽ ഭ്രമണപഥം ഉയർത്തൽ പ്രതിസന്ധിയിലായി. ഇതോടെ നിലവിലെ ഭ്രമണപഥത്തിൽ തുടരുകയാണ് NVS-2. പ്രതിസന്ധി പരിഹരിക്കാൻ ബദൽ മാർഗങ്ങൾ പരിശോധിക്കുകയാണെന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. ഉപഗ്രഹം ഇപ്പോൾ 170 കിലോമീറ്റർ അടുത്ത ദൂരവും 37,000 കിലോമീറ്റർ അകന്ന ദൂരവുമായ ഭ്രമണപഥത്തിലാണെന്ന് ISROയിലെ ഉന്നതർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവിടെ 6 മാസം മുതൽ 1 വർഷം വരെ ഉപഗ്രഹം നിലനിൽക്കാം. ഉദ്ദേശിച്ച ഭ്രമണപഥത്തിലേക്ക് ഇനി ഉപഗ്രഹത്തെ എത്തിക്കാൻ കഴിയില്ല. നിലവിലെ ഭ്രമണപഥത്തിൽ വെച്ച് ഉപഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ വഴികൾ തേടുന്നുവെന്നും അവർ വ്യക്തമാക്കി. GSLVയുടെ 17ാം ദൗത്യമായിരുന്നു ഇത്. ISROയുടെ 2ാം തലമുറ നാവിഗേഷൻ ഉപഗ്രഹമായ NVS-02 അമേരിക്കയുടെ GPS-നുള്ള ഇന്ത്യൻ ബദലായ നാവിക്കിന് വേണ്ടിയുള്ള ഉപഗ്രഹമാണ്. നാവിക് ശ്രേണിയിലെ പുതുതലമുറ ഉപഗ്രഹങ്ങളാണ് NVS ശ്രേണിയിലേത്. IRNSS ഉപഗ്രഹങ്ങളുടെ പിൻഗാമികളാണ് ഈ ഉപഗ്രഹങ്ങൾ. ജനുവരി 29-നായിരുന്നു NVS-2വിന്റെ വിക്ഷേപണം. രാവിലെ 6:23 സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് ഗതിനിർണയ ഉപഗ്രഹമായ GSLV F-15 NVS-02 കുതിച്ചുയർന്നത്. വിക്ഷേപണം നടന്നത് 19 മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിലെത്തിച്ചു.
2250 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ 322.93 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. GPS-ന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവിക്കാണ്. രാജ്യവും അതിർത്തിയിൽ നിന്ന് 1500 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും NVS-ന്റെ പരിധിയിൽ വരും. NVS-01 കഴിഞ്ഞ വർഷം മേയിൽ വിക്ഷേപിച്ചിരുന്നു. ISRO ചെയർമാനായി നാരായണൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിക്ഷേപണം കൂടിയായിരുന്നു ഇത്. സ്വന്തം താമസ സ്ഥലത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 26-ാം നിലയിൽ നിന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മൊഴിയെടുപ്പ് ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S. ഷാനവാസ് മിഹിറിന്റെ മാതാപിതാക്കളുടെയും ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുത്തത്. കേസ് അന്വേഷിക്കുന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മിഹിറിന്റെ മാതാപിതാക്കളിൽ നിന്ന് വിശദവിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഹിൽ പാലസ് പോലീസ് ഇൻസ്പെക്ടർ AL യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം ജെംസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മിഹിർ മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് മിഹിറിനെ മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് മാതാവ് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. പിന്നാലെ ജെംസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്തിരുന്നു. സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് മിഹിറിന്റെ മരണത്തിന് പിന്നാലെ പ്രത്യക്ഷപ്പെട്ട ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ചാറ്റുകൾ പരിശോധിക്കും. മിഹിറിന്റെ ചില സുഹൃത്തുക്കൾ തുടങ്ങിയതാണ് ഈ പേജെന്നാണ് മാതാവിന്റെ പരാതിയിലുള്ളത്. ഇതിലെ ചാറ്റുകളിൽ നിന്നാണ് മിഹിറിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇതിലെ ചില സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും കുടുംബം പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് പിന്നീട് അപ്രത്യക്ഷമായി. ഈ പേജിൽ നിന്ന് ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ്. ഇതിനായി ഇൻസ്റ്റാഗ്രാമിനെ പോലീസ് കത്തയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാകും. ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ആരാണെന്നുള്ള സൂചന ലഭിച്ചുവെന്നാണ് വിവരം. ഇക്കഴിഞ്ഞ ജനുവരി 15-നാണ് 26-ാം നിലയിൽ നിന്നും ചാടി മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. മകൻ സ്കൂളിൽ നിന്നും സഹപാഠികളിൽ നിന്നും നേരിട്ട ക്രൂര പീഡനങ്ങൾ വ്യക്തമാക്കി മിഹിറിന്റെ അമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും വിശദമായ പരാതി സമർപ്പിച്ചിരുന്നു. മിഹിറിന്റെ മരണശേഷമുണ്ടാക്കിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൂടെ സഹപാഠികൾ ചാറ്റിലൂടെ സംസാരിച്ച കാര്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് പരാതി സമർപ്പിച്ചത്. ഇനി CPM-ലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിലെത്തിയ കലാരാജു പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിലായിരുന്നു കലാരാജു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. കൗൺസിലർ സ്ഥാനം രാജിവെക്കില്ലെന്നും കലാരാജു അറിയിച്ചു. കൗൺസിൽ യോഗത്തിൽ UDF പ്രതിഷേധം നടത്തി. സംഘർഷത്തിന് ശേഷം ആദ്യമായി കൂത്താട്ടുകുളം നഗരസഭയിലെത്തിയ കലാരാജു പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. ചെയർപേഴ്സന്റെയും വൈസ് ചെയർപേഴ്സന്റെയും രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. തന്റെ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് തന്നെ കയ്യേറ്റം ചെയ്തവരാണ്. അവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് പറഞ്ഞ കലാരാജു താൻ അവരോടൊപ്പമുണ്ടെന്ന പ്രഖ്യാപനവും നടത്തി. ജനുവരി 18-നാണ് നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് വനിതാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവമേൽപ്പിക്കുന്നത്. കേസിൽ 4 CPM പ്രവർത്തകർ പിടിയിലാവുകയും പിന്നീട് ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. പ്രതികളെ മൂവാറ്റുപുഴ സബ് ജയിലിന് മുന്നിൽ മുദ്രാവാക്യം വിളികളോടെ ചുവപ്പ് മാലയിട്ടാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനെ അഭിനന്ദിക്കുകയാണ് CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ചെയ്തതും. പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന നിലപാടിനും അംഗീകാരം നൽകി. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനം ആ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നുവെന്നും അതിനാൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സമ്മേളനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമായിരുന്നു. മാത്രമല്ല തട്ടിക്കൊണ്ടുപോകലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ അനുഭവിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് നടന്ന ജില്ലാ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ദിവ്യക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും മുഖ്യമന്ത്രി വിമർശനം ആവർത്തിച്ചത്. ADM-ന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകത്തിന്റെ നിലപാടിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പാർട്ടി കേഡർ രൂപപ്പെട്ടുവന്നാൽ ഇങ്ങനെയല്ല വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. അർഹമായ അച്ചടക്ക നടപടിയാണ് ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദിവ്യയുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് നേതൃത്വം ഒന്നാകെയെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു മറുപടിയെന്നാണ് അറിയുന്നത്.
ആക്ഷേപം ഉയർന്നുവന്ന അന്നു തന്നെ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും താൻ തെറ്റ് ചെയ്താലും നടപടിയുണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. ദിവ്യ ADMന്റെ യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ അവസാന ഭാഗത്തെ പരാമർശം തികച്ചും തെറ്റാണെന്ന നിലപാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളതെന്നും ജയരാജൻ പറഞ്ഞു. അതുകൊണ്ടാണ് ദിവ്യ ചെയ്തത് തെറ്റാണെന്ന് പാർട്ടി പറയുന്നതെന്നും ജയരാജൻ വ്യക്തമാക്കി. പെട്രോൾ പമ്പ് സംരംഭകൻ TV പ്രശാന്ത് ADMന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന പരാതി അന്വേഷിക്കണമെന്ന് പറയാൻ മാത്രമായി താൻ പത്രസമ്മേളനം വിളിച്ചുവെന്ന വാർത്ത പ്രചരിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു MV ജയരാജൻ. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ പരത്തുകയായിരുന്നു ചില മാധ്യമങ്ങൾ. ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടിയെടുത്ത സംഘടനാ നടപടി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമെന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. കർണാടകയിലെ അവസാനത്തെ മാവോയിസ്റ്റായി കണക്കാക്കപ്പെടുന്ന ലക്ഷ്മി ഉടുപ്പിയിൽ കീഴടങ്ങി. ഉടുപ്പി ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യകുമാരി, SP അരുൺ K എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കീഴടങ്ങിയത്. സംസ്ഥാന നക്സൽ കീഴടങ്ങൽ കമ്മിറ്റി അംഗങ്ങളും 2020 ആന്ധ്രാപ്രദേശിൽ കീഴടങ്ങിയ മാവോയിസ്റ്റുകളായ ശ്രീപൽ, ഭർത്താവ് സലീം എന്നിവർക്കൊപ്പമാണ് ലക്ഷ്മി കീഴടങ്ങുവാൻ എത്തിയത്. ആന്ധ്രാപ്രദേശിൽ ഒളിവിലായിരുന്ന മാവോയിസ്റ്റ് ലക്ഷ്മിയുടെ പേരിൽ ഉടുപ്പി ജില്ലയിലെ കുണ്ടപ്പൂർ താലൂക്കിൽ അമേസ് ബൈൽ, ശങ്കരനാരായണ പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളാണുള്ളത്. 2007 മുതൽ 2008 വരെ രജിസ്റ്റർ ചെയ്തതിൽ പോലീസുമായുള്ള വെടിവെപ്പ് ആക്രമണം, മാവോയിസത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കേസുകളാണ് ഉള്ളത്. കർണാടക സർക്കാർ കീഴടങ്ങൽ ചട്ടവും ധനസഹായവും പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എനിക്ക് കീഴടങ്ങണമെന്നുണ്ടായിരുന്നു. ജില്ലാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ കീഴടങ്ങൽ കമ്മിറ്റി രൂപീകരിച്ചതിനാൽ കീഴടങ്ങൽ സുഗമമായെന്നും ലക്ഷ്മി പറഞ്ഞു. കീഴടങ്ങൽ പാക്കേജ് പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്ക് ലക്ഷ്മി നന്ദി അറിയിച്ചു. തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസുകളിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷ്മി ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് തന്നെയുള്ള മാവോയിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർക്കാരിന്റെ A കാറ്റഗറിയിലാണ് ലക്ഷ്മി ഉണ്ടായിരുന്നതെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യകുമാരി പറഞ്ഞു. കീഴടങ്ങൽ പാക്കേജ് ചട്ടപ്രകാരം ഈ വിഭാഗത്തിൽ വരുന്ന മാവോയിസ്റ്റുകൾക്ക് 7 ലക്ഷം രൂപയാണ് നൽകുന്നത്. 3 വർഷങ്ങളിലായി പല ഘട്ടമായാണ് ഈ പണം നൽകുന്നത്. ഇതുകൂടാതെ താൽപര്യമനുസരിച്ച് വിദ്യാഭ്യാസം, പുനരധിവാസം, ജോലി തുടങ്ങിയവയും നൽകുന്നുണ്ടെന്നും ദിവ്യ പറഞ്ഞു. കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കണമെന്നും സമൂഹത്തിൽ സാധാരണ മനുഷ്യരെ പോലെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കീഴടങ്ങൽ കമ്മിറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഭാഗമായി 2025 ഇതുവരെ 22 മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയിട്ടുള്ളത്. കർണാടകയിലെ അവസാനത്തെ മാവോയിസ്റ്റാണ് ലക്ഷ്മി. ഇതോടെ കർണാടക നക്സൽ രഹിത സംസ്ഥാനമായെന്നും കമ്മിറ്റി പറഞ്ഞു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.